ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ കാണിക്കണേ. അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാൻ നേരെ കിച്ചണിലേക്കാണ് കേട്ടോ ആദ്യം പോയത്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ വെള്ളപ്പത്തിന് വേണ്ടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലപോലെ പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ മുട്ടക്കുറുമയും വെള്ളപ്പവും ഇട്ട ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ മുട്ട എടുത്തിട്ട് ആദ്യം പുഴുങ്ങാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അത് സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ പാൻ ചൂടാക്കിയിട്ട് അതിൽ എണ്ണ ഒഴിച്ചെടുത്തിട്ട് സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കണം. ഇനി ഇതാ ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് ഞാനിത് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരകി വെക്കണം. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് പച്ചവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളപ്പാണ്. അതാ വെള്ളപ്പൊക്കെ ഇതാ ഓരോന്നായിട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ചൂട് പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാനൊരു ജാറെടുത്തിട്ട് കുറച്ച് തേങ്ങയും വഴറ്റി വെച്ചതും കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വെള്ളപ്പം റെഡിയായെന്ന് നോക്കുന്നുണ്ട്. ഇനി ഇതാ മുട്ടയുടെ തോടൊക്കെ ഒന്ന് പൊളിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ മുട്ട റെഡി ആയിട്ടുണ്ട്. മുട്ട ഞാൻ ഹാഫാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ഗ്രേവി നോക്കാം. പട്ട ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കറിവേപ്പില. ഇനി ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതാ കുറച്ച് പച്ചമുളകും കുറച്ച് കസൂരിമേത്തി പൊടിച്ചതും കൂടി ഞാൻ അതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ വെള്ളപ്പം മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഉച്ചക്കത്തെ പരിപാടിക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ പയറൊന്ന് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടൊന്ന് വെള്ളത്തിലിടുന്നുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ തൈരും മോരും പുളിപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് മോര് ഇതൊരു കുപ്പിയിൽ ഒഴിച്ചിട്ട് നേരെ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ അതാ മക്കൾ ഒരാളത് ഞാനിത് ഉറക്കിക്കൊണ്ടിരിക്കണം. ഒരാൾക്ക് അതുപോലെ ടി വിയും വെച്ച് കൊടുത്തിട്ട് നേരെ ഞാൻ ബെഡ്റൂമിലേക്കാട്ടാണ് പോയത്. അപ്പോൾ കുറച്ച് ദിവസമായി ബെഡ്ഷീറ്റ് എടുക്കണം എന്ന് വിചാരിച്ചിരിക്കണം കഴുകാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്നാണ് സമയം കിട്ടിയത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് നേരെ വാഷ് ചെയ്യാൻ കൊണ്ടുപോയിട്ടോ. അപ്പോൾ ഇനി ചോറിൻ്റെ പരിപാടിക്ക് നോക്കുകയാണ്. അപ്പോൾ അത് അരിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അയിലാണ് ഇട്ടെന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നേരെ അയിൽ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച്. അരി ഇട്ടെടുത്തിട്ട് നേരെ മീനുകൾ ഫ്രൈ ചെയ്യാനുള്ള മസാല ഒക്കെ ഉണ്ടാക്കിയിട്ടാണ്. അപ്പം ഒക്കെ അത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി ഇതാ പയറുപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് വേവിക്കാൻ പോവാണ്.
അപ്പോൾ അത് മീൻ കറിക്കുള്ള തേങ്ങാപ്പാലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തേങ്ങ അരച്ചിട്ടും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അടുപ്പത്ത് കയറ്റിയിട്ട് നേരെ പയർ തൂമിക്കാൻ വേണ്ടി പോയി. അപ്പോഴത്തെ പയർ തൂമിക്കലും ഫിഷ് ഫ്രൈ ചെയ്യലൊക്കെ ഒരുമിച്ചാണ് കേട്ടോ നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതപ്പോൾ കറി എന്തായെന്ന് നോക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ. അപ്പോൾ തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് പപ്പടം കാച്ചിട്ട് നേരെ ഫ്രഷ് ആവാൻ പോയി. പിന്നെന്താ, ഫുഡ് കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സൺഡേ.